രാത്രിദാസയും ആശീർവാദവും ആകാശദീപ കാഴ്ചയും ബാൻഡ്മേളവും ചെണ്ടമേളവും ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോഴേക്ക് ഒരു സമയമാവും. ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒരു 11 മണിയൊക്കെ ആവും. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ പിറ്റേ ദിവസം രാവിലെ പള്ളിയിൽ വരുന്നതിൻ്റെ ഒരു ഒരുക്കമായിരിക്കും. രാവിലെ പള്ളിയിൽ വരും, വിശുദ്ധ കുർബാന അനുഭവിക്കും. പിന്നെ ഇത് ചെമ്പ് എന്ന് പറയും, ചെമ്പ് അതിനകത്ത് ചോറാണ് കേട്ടോ. അത് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അന്നത്തെ ദിവസം എന്ന് വെച്ചാൽ നമുക്ക് വെച്ചുകൊണ്ടുള്ള നേർച്ച ചോറും ചിക്കൻ കറിയും മോരും കറിയാണ് അന്നത്തെ നേർച്ച എന്ന് പറയുന്നത്. നമ്മൾ വീട്ടിൽ വെച്ചുകൂട്ട് വെക്കുമ്പം അപ്പവും നാടൻ കോഴിക്കറിയുമാണ് വെച്ചുകൂട്ടായിട്ട് വീട്ടിൽ വെക്കുന്നത്. പള്ളിയിൽ ചോറും ഇറച്ചിക്കറി മോരും ഭയങ്കര ടേസ്റ്റാണ് ഇതിന്. നമ്മൾ വീട്ടിൽ ചോറ് ഇറച്ചിക്കറി മോരും കഴിച്ചാൽ ഇത്ര ടേസ്റ്റ് കിട്ടത്തില്ല. അതെന്ന് വെച്ചാൽ സഹതയുടെ നേർച്ചയാണല്ലോ, അപ്പോൾ അതിന് ടേസ്റ്റ് കൂടും. അതുപോലെ ഇത്രയും പേര് നമ്മളെല്ലാവരും ഒന്ന് ചെന്ന് കഴിക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഈ കൊല്ലത്തെ പെരുന്നാൾ നല്ലതായിട്ട് പോയി. ഇനി അടുത്ത കൊല്ലത്തേക്കുള്ള പെരുന്നാളിന് വേണ്ടി വെയിറ്റിംഗാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി പറഞ്ഞു.